മണവാളൻ ഞാനിപ്പോ മുംബൈയിൽ നിന്നാണ് വിളിക്കണത്. മുംബൈയിൽ ആ ഷേഖ് അബ്ദുള്ള തെണ്ടിയെ കുടുക്കിയടാ. ജയിലിൽ കിടക്കണതായിരുന്നു. ആരുടെയൊക്കെ ഭാഗ്യത്തിന് മുംബൈ വരെ എത്തി. എന്റെ എല്ലാം പോയടാ. ദുബായിലുള്ളതും നാട്ടിലുള്ളതും എല്ലാം പോയി. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാപ്പാര നടക്കുകയാണ്. കള്ളവണ്ടി കയറാനുള്ള കാശ് പോലും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനൊരു ടാക്സി പിടിച്ചു വരികയാണ്. ടാക്സി കൂലി നീ തന്നെ കൊടുക്കണം. കൂടാതെ നീ എനിക്ക് തരാനുള്ള കാശും പലിശയുടെ പലിശയും. ഹലോ, നിങ്ങൾ ആരോട് സംസാരിക്കുന്നറിയോ? ആഹാ, കാശ് ചോദിച്ചപ്പോ നീ ശബ്ദം മാറ്റണ. മര്യാദക്ക് അവിടെ വരുമ്പോ കാശ് എന്നില്ലെങ്കിലേ ഈ മണവാളനായിരുന്നു നീ അറിയും. ശരി, എന്നിട്ടാ നേരിട്ട് വാ, മുഴുവൻ അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം. താങ്ക് യുടാ. അയ്യോ, പെട്ടി മുഴുവൻ കെട്ടിക്കഴിഞ്ഞോ? എന്റെ ഫുൾ ക്യാഷ് അതിനകത്തായിരുന്നു. കെട്ടിയ പെട്ടി ഒരിക്കലും അഴിക്കരുത്. ഐശ്വര്യക്കേടാ, പ്രത്യേകിച്ച് ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോ. ബുക്കും പേപ്പർ ഉണ്ടോ? വണ്ടിയുടെ ബുക്കും പേപ്പർ അല്ലല്ല, പറ്റുബുക്കേ. ഇല്ലെങ്കിൽ 200 പേരുടെ വഴിട്ടൊരെണ്ണം വാങ്ങിച്ചോളൂ. എന്നിട്ട് ഇവിടെ മുതൽ അവിടം വരെയുള്ള എന്റെ എല്ലാ ചെലവുകളും എഴുതി വെച്ചോളൂ. മുംബൈ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട്. അതിരിക്കട്ടെ, സാറ് മലയാളിയാണോ? അതെ, താനോ? ഞാനും മലയാളിയാണ്. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോവാൻ. അതെ. എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. അങ്ങനെ നാടെത്തി. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. കൊച്ചി എത്തി. വണ്ടി വിട്ടോ. ജി സാർ. നിങ്ങൾ പറയണ കേട്ടൊന്നും ഞാൻ വേറെ ഏതോ പെണ്ണിനെടുത്താ പോയതെന്ന്. ഇവളെന്നല്ലേ ഇവളെന്റെ സ്വന്തം ഭാര്യയാണ്. അവളോട് ഞാൻ മിണ്ടിന്ന് പറഞ്ഞിരിക്കും. സ്വന്തം ഭാര്യ? നീ ഇവളോട് മിണ്ടിയന്റെയും പറഞ്ഞതിന്റെയും ഫലാടാ ഈ നേരത്തെ നിൽക്കുന്നതൊക്കെ. ഒരു കൊടിയോടി മേടിച്ചെടുക്കണ ഒരു ജാതക്കല്ലേ ആളുണ്ടല്ലോ. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭാര്യ അടുത്ത് മിണ്ടാൻ പാലെന്ന തള്ളേ ലോകത്താദ്യമായിട്ട് കാണുകയാണ് മൂദേവി. നീ എന്താണ് എന്നെ വിളിച്ചത്? മൂദേവിന്നോ? അതെ, മൂദേവി, മൂങ്ങ, രാക്ഷസി, മൂദേവി. എല്ലാ ചീത്തപ്പേരും നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഭാര്യ ഞാൻ അവിട്ട് വെച്ച് പൊട്ടിച്ചാളി. ഞാൻ ശരിപ്പെടുത്തി തരാടാ. നിന്റെ പണി ഞാനുണ്ട്. ഞാൻ അങ്ങോട്ടല്ല. ഞാൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ല. എങ്ങോട്ടെങ്കിലും പോട്ടെ. അവനെ പിന്തുടരൂ. ആ ബൈക്കാരെ ഫോളോ ചെയ്യൂ.